പതുക്കെ കഴിച്ചാ മതി. എന്തിനു തിരക്കൂട്ടണേ? എത്ര വേണേലും തരാലോ. എന്താ മോടെ പേര്? ചിപ്പി. ചിപ്പി, നല്ല പേര്. ആരെങ്ങനെ കൂട്ടിക്കെട്ടിയത്? എൻ്റെ സിനിമാ വിശേഷങ്ങൾ തുടരുകയാണ്. ഒറ്റനാണയത്തെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. സിനിമയിൽ ജീവിച്ചിരുന്ന 10-15 വർഷം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് ലാലേട്ടൻ്റെ പടങ്ങളിലാണ്. സ്ഫടികം, ഒളിമ്പ്യൻ അന്തോണിയാദം, ബാലേട്ടൻ, അതുപോലെ തന്നെ ഗുരു, ഇത്തരത്തിലുള്ള പടങ്ങളിലൊക്കെ ലാലേട്ടൻ്റെ പടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. ലാലേട്ടൻ്റെ കൂടെ അത്രയും കാലം ജീവിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കൊണ്ട് നടക്കുന്നവനാണ്. ഒരുപക്ഷെ സിനിമാക്കാർക്ക് അറിയാവുന്നൊരു സംഭവമാണ്. ലാലേട്ടൻ്റെ പ്രിയപ്പെട്ട അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിൽ ഒരാൾ ഞാനായിരുന്നു അന്നത്തെ കാലത്ത്. ലാലേട്ടൻ്റെ കൂടെ നടക്കാൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനും, അദ്ദേഹത്തിൻ്റെ കൂടെ ലൊക്കേഷനിലൊക്കെ ഒപ്പം കളിച്ചിരി തമാശകൾ പങ്കുചേർന്ന് ഞങ്ങളുടേതായ ഒരു ലോകം സൃഷ്ടിച്ച് ലാലേട്ടൻ്റെ കൂടെ നിൽക്കാനുള്ളൊരു ഭാഗ്യം, ലാലേട്ടൻ്റെ ഒരു പ്രിയം, ഇഷ്ടം സമ്പാദിക്കാൻ പറ്റിയ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് ഞാൻ. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നത് ഒരുപക്ഷെ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു അതുല്യ നടൻ, ഒരു അത്രയും അദ്ദേഹത്തിൻ്റെ അത്രയും മനസ്സുള്ളൊരു നടൻ. അതായത് അദ്ദേഹത്തിൻ്റെ അഭിനയം എന്നുള്ള സംഭവത്തിലേക്കല്ല ഞാൻ പറയുന്നത്. അത് ഞാൻ ആ വിഷയം പറയാം. സ്ഫടികം എന്ന് പറഞ്ഞ ഒരു പടം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. പാറമടയിൽ തിലകൻ ചേട്ടൻ തൻ്റെ മകൻ്റെ ലോറിക്ക് ചെകുത്താൻ പേരെഴുതുകയും ആ ചെകുത്താൻ എന്ന് പറഞ്ഞ ലോറി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബോംബ് വെക്കുകയും ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട് അതിൽ. അങ്ങനെയാണ് തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ ആ ബോംബ് വെക്കുന്ന സീക്വൻസിൽ റബ്ബർ സൊല്യൂഷൻ കംപ്ലീറ്റ് ഈ ലോറിയിൽ വെച്ചിട്ട് പെട്രോൾ ബോംബ് വെച്ചിരിക്കുകയായിരുന്നു. കംപ്ലീറ്റ് സംഭവം പെട്രോൾ ബോംബ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഷോട്ടും കഴിയുമ്പോൾ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, ഓരോ ഷോട്ടും കഴിയുമ്പോൾ ഈ പെട്രോൾ ബോംബ് വെച്ച ബോംബ് പൊട്ടുകയും ലോറി കംപ്ലീറ്റ് കത്തിപ്പടരുകയും ചെയ്യും. ആ സമയത്ത് തന്നെ നമ്മുടെ ഫയർഫോഴ്സ് അടുത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പോയിട്ട് ഇത് അണയ്ക്കണം, തീ അണച്ചിട്ട് വീണ്ടും രണ്ടാമത് റീഷൂ, അല്ലെങ്കിൽ ലോറി കംപ്ലീറ്റ് കത്തി തീർന്നു പോകും. രണ്ടാമത് പോയിട്ട് വീണ്ടും പെട്രോൾ ബോംബൊക്കെ സെറ്റ് ചെയ്ത് വീണ്ടും കത്തിക്കണം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പം ഞങ്ങളാണെന്ന് വെച്ചാൽ ഭയങ്കര ആവേശത്തിൽ നിൽക്കുകയാണ് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ്. അപ്പം പെട്രോൾ ബോംബ് ഇതുപോലെ തന്നെ ലോറിയിൽ വെച്ചു, ലോറി പൊട്ടിച്ചു, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തീ ആളിക്കത്തി. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമായ ഫ്രെയിം വന്നപ്പോൾ ഡയറക്ടർ പറഞ്ഞു തീ അണയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഫയർഫോഴ്സുകാർക്ക് അടുത്ത് പോകാനുള്ള ഒരു ധൈര്യം കിട്ടുന്നില്ല. അവരിങ്ങനെ അറച്ചു നിൽക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ആവേശത്തിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫയർഫോഴ്സിൻ്റെ കാലത്ത് നിന്ന് പമ്പ് വാങ്ങിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് കുതിച്ച് കയറുകയാണ് ഇത് അണയ്ക്കാൻ വേണ്ടിയിട്ട്. കൈ കിട്ടിയ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് ഓടുകയാണ് അങ്ങോട്ടേക്ക്. ഈ ഓടുന്ന സമയത്ത് ആരൊക്കെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ലാലേട്ടൻ ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഫയർഫോഴ്സുകാരുടെ അടുത്ത് നിന്ന് വേറെ പമ്പ് വാങ്ങിയിട്ട് എന്നെ അങ്ങോട്ടേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഫോഴ്സിൽ എൻ്റെ മുഖത്തേക്കും എൻ്റെ ശരീരത്തിലേക്ക് അടിക്കുക. അപ്പോൾ ലാലേട്ടൻ ഒത്തിരി തമാശ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനത് തമാശയായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ ലാലേട്ടൻ എന്നെ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടി വഴി തടയുകയാണ് എന്നാണ് എൻ്റെ തോന്നൽ. ഞാൻ വീണ്ടും ഫോൾസായിട്ട് അങ്ങോട്ട് ലോറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭദ്രൻ സാർത്തൊക്കെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജ മാസ്റ്റർ പറയുന്നുണ്ട്, സുരേഷ് പോരുതെന്ന് പറയുന്നുണ്ട്. ലാലേട്ടനാണെങ്കിൽ അതിരുകൾ ബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും നോക്കാത്ത രീതിയിൽ അദ്ദേഹം കൂടി ലോറിയുടെ അടുത്തേക്ക് വരികയാണ് ഈ പമ്പ് കൊണ്ട് എന്നെ ഓടിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഒരു പെട്രോൾ ബോംബ്, ഒരു ബോംബ് പൊട്ടിയില്ലായിരുന്നല്ലോ, ആ ബോംബ് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ തിരിഞ്ഞോടിയിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോഴും അത് ഓർക്കാറുണ്ട്. അന്നത്തെ ഒരു അപക്വമായ മനസ്സിൽ, ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് അന്നൊരു പക്ഷേ ലാലേട്ടൻ ഈ വെള്ളം അടിച്ച് എന്നെ മാറ്റിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു ചരിത്രം ഒരു പക്ഷേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ ഉണ്ടാവില്ല എന്ന് വരും. എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഒന്നും വിചാരിക്കരുത്, ഇവൾക്ക് നല്ല സുഖമില്ല. തലയ്ക്ക് സുഖമില്ലാത്ത ആളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കുറച്ചൊക്കെ സൂക്ഷിക്കണ്ടേ സാറേ?
ചായ ചായക്ക് ചൂടുണ്ടോ? നല്ല ചൂടുണ്ട്. അയ്യോ, അപ്പൊ അമ്മച്ചിയുടെ മുഖം ഒന്ന് കാണായിരുന്നു. എന്നെ ഇങ്ങനെ വാരി പിടിച്ച് ചേറുള്ള എന്റെ ഈ കവളയില് ദുരാന്ന് മുത്തം വെച്ച്. പാവം കാറങ്ങ് കണ്ണീന്ന് മായണ വരെ എന്റെ മോളേന്നും പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. രാജീവ് ഭട്ടൻ പറഞ്ഞിട്ട് ട്രാഫിക്കിൻ്റെ ഡയറക്ടർ അത് രാജേഷ് ഷാർപ്പിള്ള അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു തിരക്കഥ, അതൊരു രസകരമായ സംഭവമാണ്. ഒരു ഓണം വെക്കേഷനോടനുബന്ധിച്ച് ഓണത്തിനോട് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. നരേന്ദ്രപ്രസാദ്, അതുപോലെ തന്നെ പൂർണിമ ജയറാം, അതുപോലെ തന്നെ ഇബ്രാഹിം കുട്ടി, ഇവരുടെയൊക്കെ ഡേറ്റ് വാങ്ങിയിട്ടുണ്ട്. കഥയില്ല. അപ്പം ഒരു കഥ ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് കൊടുക്കണം. രാജേഷ് ഷാർപ്പിള്ളിയായിരുന്നു ട്രാഫിക്കിൻ്റെ ഡയറക്ടറായിരുന്നു, ആദ്യമായിട്ടൊരു ടെലിഫിലിം ചെയ്ത്. അങ്ങനെ അതിൻ്റെ കഥ ഇപ്പോൾ ഓണത്തെപ്പറ്റി എന്ത് എഴുതാനാണ്? ഓണത്തെപ്പറ്റി ഓണത്തിൻ്റെ പൂക്കളിടും, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉപരി നമുക്ക് ഓണത്തെപ്പറ്റി പറയാനൊന്നുമില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പം അന്ന് തന്നെ രാജേഷിൽ ഞാനൊരു സുരേഷ് ഏട്ടാ ഒരു ടെമ്പോ ഉള്ള സബ്ജക്റ്റ് ആയിരിക്കും. ടെമ്പോ ഞാൻ പറഞ്ഞു ഓണത്തിന് രാജേഷ് എന്ത് ടെമ്പോ ആണ്? ഞാനൊരു 10-20 കഥ പറഞ്ഞിട്ടൊന്നും അവന് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കെ പിന്നീട് എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്, ഒരു ട്രെയിൻ ആക്സിഡൻറ്റ്. ഒരു ഫാമിലിയുടെ ഒരു പിണങ്ങിപ്പോയ ഒരു മകനും കുടുംബവും ട്രെയിനിൽ വരുന്നതും ആ ട്രെയിൻ ആക്സിഡൻ്റ് ആവുന്നതും, ആ ട്രെയിൻ ആക്സിഡൻ്റ് ആയിട്ട് ആ ട്രെയിനിലാണ് അവർ വന്നതെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയും, പക്ഷേ ആ ട്രെയിനിലല്ല അവർ വന്നിരിക്കുക, അവർ മറ്റൊരു വാഹനത്തിൽ വരുകയും ചെയ്യുന്ന രീതിയിലുള്ളൊരു കഥ. എന്തിനാലും പൂർണ്ണമായിട്ടൊരു ടെമ്പോ ഉള്ളൊരു സബ്ജക്റ്റായിരുന്നു. ആ സബ്ജക്റ്റായിരുന്നു കഥാ തിരക്കാ സംഭാഷണം എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമായിട്ട് എഴുതിയൊരു സാധനം. അച്ഛാ, അച്ഛനെന്താ ഒരു വിഷമം പോലെ? ഒന്നുമില്ല. ഇല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ലെന്ന് ഓർമ്മ വെച്ച നാളെ തൊട്ട് എനിക്കറിയില്ല എന്റെ അച്ഛനെ. ഈ മുഖത്തൊരു വാട്ടം വീണ എനിക്കത് തിരിച്ചറിയാം. അച്ഛനെന്താ സുഖമില്ലേ? തലക്ക് ഒരു പെരുപ്പ് മാതിരി. ശരിക്കും മരുന്നൊന്നും കഴിക്കാഞ്ഞിട്ടാ? നീ ചെല്ലേ, ഞാനേ ഒന്ന് കിടക്കട്ടെ. നമ്മുടെ മനസ്സിൻ്റെ വേവ് ലെങ്ത്തുള്ളവർ കൂടിച്ചേരുമ്പോഴാണല്ലോ നല്ല സൃഷ്ടികൾ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ഒരു വേവ് ലെങ്ത്തുള്ള ഒരു റൈറ്റർ ഉണ്ടാവുകയും അത് ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതാണ് അടുത്ത പ്രോജക്റ്റ്. കുഞ്ചാക്കോവനാണ് ഹീറോ. അതിൻ്റെ എഴുത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്ക്രിപ്റ്റ് വർക്കിന് വേണ്ടിയിട്ടാണ് പെർളശ്ശേരി അമ്പലത്തിൻ്റെ മുമ്പുള്ള ഈ ഒരു ലൊക്കേഷനിൽ ഞങ്ങൾ താമസിക്കുന്നത്. ആരാ മനസ്സിലായില്ല? ഞങ്ങള് കുറച്ച് ദൂരത്തുനിന്ന്. ഇരിക്കാനായിട്ട് ഒന്നുമില്ല ഇവിടെ. അതൊന്നും സാരല്ല. എന്താ? ഞങ്ങള് കോഴിക്കോടുന്ന. എൻ്റെ പേര് പരമേശ്വരൻ, ഇത് എൻ്റെ ഭാര്യ രാജലക്ഷ്മി. അവളെ എനിക്കൊന്ന് കാണണം. എന്തിനാ? 4 വയസ്സുള്ളപ്പോഴാ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ നഷ്ടപ്പെട്ടത്. ആ മോൾക്ക് വേണ്ടിയുള്ള അന്വേഷണം മാത്രമായിരുന്നു പിന്നീട് ഇക്കാലത്രയുള്ള ഞങ്ങളുടെ ജീവിതം. ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകളും നേർച്ചകളും നടത്തി, കഴിയാവുന്ന അത്ര ഇടങ്ങളിലൊക്കെ അന്നദാനം നടത്തി. അന്നൊരിക്കലിവിടെയും. അപ്പോഴാണ് നിങ്ങളുടെ മോളെ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത്. വീണ്ടും ഒരിക്കൽ കൂടെ കാണാനിടയായപ്പോൾ ഒരു നിമിത്തം പോലെ ബോട്ടിൽ വെച്ച് ഞങ്ങളുടെ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടിയപ്പോ അന്നെന്റെ മോള് വീട് വിട്ടിറങ്ങിയപ്പോഴും ഞങ്ങളുടെ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടിയിരുന്നു. അതുകൊണ്ട് രാജലക്ഷ്മി ഉറപ്പിച്ച് പറയാ, ചെപ്പി ഞങ്ങളുടെ മോളാണെന്ന്. നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമായിരിക്കാം. അവള് നിങ്ങളുടെ തുണികൾ ബോട്ടിൽ വെച്ച് കൂട്ടിക്കെട്ടിയിരിക്കാം. എന്റെ മോള് അങ്ങനെയാ.
വല്ലാത്ത കുറുമ്പാണ് അവൾക്ക്. അല്ല, എന്റെ മോളെ കണ്ട എനിക്കറിയാം. അവളുടെ ചുണ്ടിന് താഴത്തുള്ള കറുത്ത മറുക് എനിക്കറിയാം. അവൾ എന്റെ മോള, എന്റെ സിനിമോള്. നിങ്ങൾ വെറുതെ ബഹളം ഉണ്ടാക്കാതെ പോണം. ഇല്ല, ഞാൻ പോകില്ല. അവളെ നൊന്ത് പെറ്റ അമ്മയാ ഞാൻ. എനിക്ക് എന്റെ മോളെ തിരിച്ചതാ. ഇല്ല, ചിപ്പി എന്റെ മോളാ. ഞാൻ വളർത്തു വലുതാക്കിയ എന്റെ മോള്. ഈ ചെലവിനേറ്റിയാ ഞാൻ വളർത്തിയത്. ഒറ്റ നാണയറ്റ് പറയുമ്പോൾ ഒറ്റ നാണയത്തിൽ ഏറ്റവും വിവാദമായി ഉണ്ടായ ഒരു സംഭവമായിരുന്നു ONVയുടെ പാട്ടിൻ്റെ വരികൾ ഞാൻ മാറ്റി എഴുതി നിന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ അനുബന്ധിച്ച് ഞാൻ മാപ്പ് പറഞ്ഞു എന്നുള്ളൊരു ഇഷ്യൂ. അതിൻ്റെ ഒരു സത്യാവസ്ഥ റിയാലിറ്റി എപ്പോഴും നമ്മൾ ഏതൊരു ഇഷ്യൂവിലും ഒരു സത്യം എന്ന് പറഞ്ഞൊരു ഘടകം ഉണ്ടാവുമല്ലോ. ഒരു വാദിയുടെയും പ്രതിയുടെയും ഭാഗത്തായാലും ഒരു പക്ഷേ വാദി പറയുന്നതായിരിക്കും സത്യം, അല്ലെങ്കിൽ പ്രതി പറയുന്നതായിരിക്കും സത്യം, അല്ലെങ്കിൽ അതിലൊന്നും പെടാത്തൊരു സത്യം ഉണ്ടാവും. അതുപോലെ ഈ ഒരു സംഭവത്തിലുണ്ടായൊരു സത്യം എൻ്റെ ഭാഗത്തുണ്ടായിരുന്ന സത്യം അത് പറയാനുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് ഈ ഒരു വേദിയിൽ. മറ്റൊന്നുമല്ല, ഒറ്റ നാണയത്തിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ചിപ്പി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അവൾ ട്രെയിനിൽ പാട്ട് പാടി നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവളുടെ മനസ്സിൽ പ്രണയമുണ്ടാകുകയാണ്. ആ പ്രണയത്തിൻ്റെ ഒരു സീക്വൻസ് നമ്മൾ പടത്തിലുണ്ടായിരുന്നു. പടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിപ്പിയുടെ ഹീറോ കലൂർ ഡെന്നീസിൻ്റെ മകൻ ഡിനു ഡെന്നീസ് അവതരിക്കുന്ന കഥാപാത്രം അരവിന്ദൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറേ ബലൂണുകൾ, ചിപ്പി ഊതി വീർപ്പിച്ച ബലൂണുകൾ കുട്ടികൾ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുക, അത് കംപ്ലീറ്റ് അവൻ പൊട്ടിക്കുകയാണ്. അപ്പോൾ ഓരോ ബലൂണും പൊട്ടിക്കുമ്പോൾ അവൾ നീ എന്താടാ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലൊരു പയ്യൻ പറയും, ഇതേ നിനക്കറിയാവോ, ഇത് മുഴുവൻ എൻ്റെ ചിപ്പി ചേച്ചി ഊതി ഉറപ്പിച്ച ബലൂണാണ് കേട്ടോ എന്ന് പറയും. അപ്പോൾ ഇവൻ പറയും, ഓ അത് ശരി, നിൻ്റെ ചിപ്പി ചേച്ചി ഊതി ഉറപ്പിച്ച ബലൂണായിരുന്നോ? അപ്പം എടാ ഇതിൻ്റെ ഈ ബലൂണിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്ന ശ്വാസം ആരുതാണെന്നറിയാമോ? അപ്പോൾ അവൻ പറയും ചിപ്പി ചേച്ചിയുടെ. അപ്പം ബലൂൺ കംപ്ലീറ്റ് പൊട്ടിച്ചപ്പോൾ ആ ശ്വാസം മുഴുവൻ ആരുടേതായി? എടാ ആ ശ്വാസം മുഴുവൻ എൻ്റെ ചുറ്റുമല്ലേ. അപ്പം ഞാനിപ്പോൾ ശ്വസിക്കുന്നത് നിൻ്റെ ചിപ്പി ചേച്ചിയുടെ ശ്വാസമാണ്. ഇതായിരുന്നു പോയിന്റ്. പിന്നീട് ഈ കുട്ടി അത് ഒരു സോങ്ങിൻ്റെ ഘട്ടത്തിൽ ഞാനിപ്പോൾ ശ്വസിക്കുന്നത് മുഴുവൻ നിൻ്റെ ചിപ്പി ചേച്ചിയുടെ ശ്വാസമാണ്. ഇതായിരുന്നു സംഭവം. ഞാൻ ONV സാറിനോട് കഥ പറയുകയും ഈ സിറ്റുവേഷൻ പറയുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് വേണ്ട വരികൾ നിൻ്റെ ശ്വാസത്തിൻ്റെ ഒരു ഞൊടി എൻ്റേതായിരുന്നെങ്കിൽ, നീ നടന്ന വഴിത്താരയിലൂടെ എനിക്കൊന്ന് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇത്തരത്തിലാണ് സാർ വരേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നിൻ്റെ ശ്വാസത്തിൻ്റെ ഒരു ഞൊടി എൻ്റേതായിരുന്നെങ്കിൽ എന്നായിരുന്നു ഫസ്റ്റ് ലൈൻ. അപ്പോൾ ONV സാർ പറഞ്ഞു, സുരേഷ് ശ്വാസം എന്നുള്ള വേർഡ് പോയറ്റിക്കലല്ല, ശ്വാസം എന്നുള്ള വേർഡ് വെച്ച് എനിക്കൊരു പാട്ട് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ശ്വാസം എന്നുള്ള വേർഡ് പോയറ്റിക്കലല്ല, ഞാൻ സമ്മതിക്കാം. അല്ല എനിക്കറിയില്ല, എനിക്ക് മലയാളത്തെ പറ്റി അത്ര ജ്ഞാനമില്ല. ശ്വാസം എന്നുള്ള വേർഡ് പോയറ്റിക്കലാണോ അല്ലയോ എന്ന് പറയാൻ മാത്രം ഉള്ളൊരു മലയാളത്തിലുള്ളൊരു ജ്ഞാനം എനിക്കില്ല. പക്ഷേ സാർ ശ്വാസത്തിൻ്റെ പേരിലാണ് തമിഴിലിറങ്ങുന്ന എല്ലാ പാട്ടുകളും ശ്വാസം എന്നുള്ളൊരു വേർഡ് ഉണ്ടാകും. സാറ് വേണ്ട, എനിക്ക് ആ ഒരു അർത്ഥം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശ്വാസത്തിന് പകരം ഒരു വേർഡില്ല. അപ്പം ഞാൻ അന്നത്തെ എൻ്റെ ഒരു വാശി വരികയായിരുന്നു. കാരണം ഒരു ഡയറക്ടർ എന്നുള്ള ശ്വാസത്തിൻ്റെ ഒരു ഞൊടി എൻ്റേതായിരുന്നെങ്കിൽ ആ വാക്കോട് ചേർന്ന് അവൾക്ക് അങ്ങനെ തന്നെ തോന്നുന്നിടത്തുനിന്ന് ആ സോങ് ആരംഭിക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായി. അപ്പോൾ സാർ അതിൽ ഉറച്ചു നിന്നു, ശ്വാസം എന്നുള്ള വേർഡ് വെച്ച് ഞാൻ പാട്ട് എഴുതുന്നില്ല എന്ന് ഉറച്ചു വെക്കുകയും ചെയ്തു. ആ സമയത്ത് റീ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് SP വെങ്കടേഷ്, സുരേഷെ പാട്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമാവും, അങ്ങനെ ഡമ്മിയായിട്ട് എഴുതിയ ലൈൻസ് ആയിരുന്നു. നിൻ്റെ ശ്വാസത്തിൻ്റെ ഒരു ഞൊടി, നിൻ ശ്വാസമേ എൻ നെഞ്ചിലെ, നിൻ ജീവനിൽ ഞാൻ മാത്രമേ, ഈ ജന്മവും വരും ജന്മവും നിൻ കൂടെയെ മൺവീണയായി താലോലമായി താരാട്ടുവാൻ. തികച്ചും ഡമ്മിയായിട്ട് എഴുതിയ വരികളായിരുന്നു. എല്ലാ കാര്യത്തിനും എതിർ പറയുന്ന നമ്മൾ പ്രൊഡ്യൂസർ വരെ ആ വരികൾ കേട്ടപ്പോൾ ഗംഭീരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമുക്കത് തന്നെ വെക്കാമെന്ന് പറഞ്ഞു. ആ രീതിയിൽ ആ ഡമ്മിയായി എഴുതിയ പാട്ടുകൾ പിന്നീട് പാട്ടായി തീരുകയായിരുന്നു. പിന്നീട് ONV സാറ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല, അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണ വരികയും അദ്ദേഹത്തിൻ്റെ പാട്ട് മുഴുവൻ മാറ്റി എഴുതുകയായിരുന്നു, ആ പാട്ട് ഇഷ്ടപ്പെടാതായിരുന്നു എന്നുള്ള തോന്നലിലേക്ക് കാര്യങ്ങൾ വരികയാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് തന്നെയാലും അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും എൻ്റെ അമ്മ പറയും, എടാ നിനക്ക് പടമൊന്നും ശരിയാത്തതിൻ്റെ ഒരു കുഴപ്പം ആ ONV എന്ന് പറഞ്ഞ സാറിൻ്റെ ശാപമായിരിക്കും എന്ന് അമ്മ ഇപ്പോഴും പറയാറുണ്ട്. ഒരു പക്ഷേ പിന്നീട് പാട്ടിൻ്റെ പാടാടിൻ്റെ വർക്കിന് ONV സാറിൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഞാനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഒരു 6 പാട്ടുകളോട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളായിരുന്നു. അദ്ദേഹമായിട്ട് സംഭവങ്ങളൊക്കെ മാറിയെങ്കിലും കാലം പലതും മായ്ക്കുന്ന പോലെ ആ ഒരു വിവാദത്തെയും മായ്ച്ചെങ്കിലും എൻ്റെ അമ്മയുടെ മനസ്സിൽ നിന്ന് ഇപ്പോൾ മാഞ്ഞിട്ടില്ല. അമ്മ എന്ത് പറയുമ്പോഴും ഒന്ന് പറഞ്ഞാൽ 2 പറയാം, എടാ അദ്ദേഹത്തിൻ്റെ ശാപമായിരിക്കും നിനക്കൊരു പാട്ട് കിട്ടാത്തതെന്നാണ്. അപ്പോൾ ആ ഒരു വിവാദത്തിലേക്ക് നമ്മൾ ഇനി തൽക്കാലം ഞാനില്ല. എന്നാലും ഞാൻ അതിൻ്റെ ഒരു സത്യം, എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ സത്യം ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്.
അതെ, ചിട്ടി നിങ്ങളുടെ മോള് തന്നെയാ. എനിക്ക് ഒരവകാശം പറയാനില്ല. ഓ, ഞാൻ നിന്റെ അമ്മയെ അമ്മയെന്നൊന്ന് വിളിക്കുമോളെ. നിങ്ങൾ പറയുന്ന വെറും കള്ളോ? ഇതാ ഇതാ എന്റെ അച്ഛൻ. നിങ്ങൾ എന്റെ ആരുമല്ല. അച്ഛനെ വിഷമിപ്പിക്കാണ്ട് ഇറങ്ങി പോയിരുന്നു. ഇത്രയും കാലം ഞാൻ നിന്നോട് സത്യം മറച്ചു വെച്ചതാ. 4 വയസ്സുള്ളപ്പോ നിന്നെ എനിക്ക് കിട്ടിയതാ. റെയിൽപാളത്തിൽ വെച്ച് എന്നോട് കള്ളം പറഞ്ഞു. ഒക്കെ എന്നോട് ഇഷ്ടം കൊണ്ടാ. മോള് ഇവരോടൊപ്പം പോണം. അച്ഛൻ എന്തൊക്കെയാ പറയണേ? ഞാൻ പോവില്ല. അച്ഛനെ വിട്ടിട്ട് ഞാൻ പോവില്ല. അത് പറഞ്ഞതാണ് സത്യം. അവരുടെ മോളാ. നീ ആ കണ്ണുകളിലേക്കൊന്ന് നോക്ക്. എന്നെ നഷ്ടപ്പെട്ടതിന് ശേഷം മനസ്സിന്റെ സമനില എത്തിയ ഒരു പാവ സ്ത്രീയാ അവര്. എന്റെ അമ്മ. ഇവരെ കൂടെ പോണം. പോയേ പറ്റൂ. അച്ഛൻ പറഞ്ഞൊക്കെ സത്യമാവാം. പക്ഷെ അതിനെ വിട്ട് എനിക്കാവില്ല അച്ഛാ. എങ്കിൽ നാളെ പുലരുമ്പോ നിനക്ക് കാണാം ഈ അച്ഛനെ ആ റെയിൽപാളത്തിൽ. അസ്തമയ ചെങ്കടലിൽ എത്ര പകൽ താടിഞ്ഞു വേർപിരിയാ മാത്രമോ ഈ സ്നേഹതീരം നാമണഞ്ഞു. ഇണയെങ്ങോ ഇരുൾ വീതിയിൽ തനിയെ വരും പ്രിയ താരമേ. ഏകാകിനി നീരാകിനി അസ്തമയ ചെങ്കടലിൽ എത്ര പകൽ കാണടിഞ്ഞു.
എൻ്റെ സിനിമാ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. പക്ഷേ എന്നും പുതിയ സിനിമകളും പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എന്നും വരണം എന്നാഗ്രഹം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ കൂടെ വരാൻ പറ്റുമെന്നാണ് എൻ്റെ തോന്നൽ. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാവണം. ഇനി എന്നും നിങ്ങളുടെ കൂടെ നല്ല സിനിമകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. ഇത്രയും നേരം എൻ്റെ ഈ കൊച്ചു സംഭാഷണ കഷ്ണങ്ങൾ കേട്ടിരുന്ന നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ നന്മ നിറഞ്ഞ 1000 എന്താ പറയുക ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്മകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥന വേണം എന്നുള്ള ഒരു അപേക്ഷയോടുകൂടി ഞാൻ നിർത്തട്ടെ. അസ്തമയ ചെങ്കടലിൽ എത്ര പകലും താണടിഞ്ഞു വേർപിരിയാൻ മാത്രമൊഴി സ്നേഹതീരം